ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ചീര കൊണ്ടുള്ള തോരനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചീര എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ അല്ലേ. അപ്പം ഞാനിതുകൊണ്ടൊരു തോരനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് വെച്ചാൽ നമ്മളിതാ ഒരു വലിയ ഉള്ളി ചെറുതാക്കി ഇങ്ങനെ കുത്തി അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അല്പം തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളകും കൂട്ടിയിട്ടാണ്. അപ്പം നമ്മളത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒരല്പം കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പൊട്ടി തുടങ്ങി തീയൊന്ന് നമുക്ക് കുറച്ചിടാം. നമുക്ക് നമ്മുടെ ഒന്ന് തീയിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. അപ്പോൾ നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചീര കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് വാടി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് എപ്പോഴും ഉണ്ടാക്കാറില്ല, എന്നാലും ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചീര ഒന്ന് തിരിച്ച് മറിച്ച് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടു കേട്ടോ. അപ്പം നമ്മൾ അതുകൊണ്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഉണ്ടാവും. നമുക്ക് വാടുമ്പം തന്നെ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു തോരൻ വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് വെളിച്ചെണ്ണയ്ക്ക്. അപ്പം നമ്മൾ ചതച്ച തേങ്ങയും പച്ചമുളകും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചീര നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മളിതും കൂടെ ചേർത്തെടുത്ത് അധികം വേവണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കൂടുതൽ സമയമൊന്നും നമ്മളിതിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ടതില്ല. അപ്പോൾ ഞാനിത് തേങ്ങ മിക്സിയുടെ ഉള്ളിലൊക്കെ തേങ്ങേൻ്റെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കേ. അപ്പോൾ ഇതിൻ്റെ ഈ അടുപ്പത്തുള്ള ചൂട് കിടന്നാൽ മാത്രം മതി. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചീരത്തോരൻ, അതുപോലെ മുരിങ്ങയില കറി, അതാണ് കേട്ടോ നമ്മളിന്ന് ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരനും കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ചോറ് കഴിക്കുകയാണ്. അപ്പം അടിപൊളിയാണ് കേട്ടോ. ഇത് ചീരത്തോരൻ മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. പിന്നെ പപ്പടമുണ്ട്, അതുപോലെ തന്നെ മുരിങ്ങയില കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.